നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ കാർബണിക രസതന്ത്രം അഥവാ ഓർഗാനിക് കെമിസ്ട്രിയിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ, പ്ലാസ്റ്റിക്, പെയിന്റ്, ഇന്ധനങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയ പല സാധനങ്ങളും ഓർഗാനിക് സംയുക്തങ്ങളാണ്. ഈ സംയുക്തങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും അവയുടെ രാസപ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. കാർബണിക രാസപ്രവർത്തനങ്ങൾ. കാർബൺ സംയുക്തങ്ങൾ ഉൾപ്പെടുന്ന രാസപ്രവർത്തനങ്ങളെയാണ് കാർബണിക രാസപ്രവർത്തനങ്ങൾ എന്നു പറയുന്നത്. പ്രധാനമായും 5 തരം രാസപ്രവർത്തനങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദേശ രാസപ്രവർത്തനം അഥവാ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അഡിഷൻ രാസപ്രവർത്തനം അഥവാ അഡിഷൻ റിയാക്ഷൻ, ജ്വലനം അഥവാ കമ്പസ്റ്റൻ, താപീയ വിഘടനം അഥവാ തെർമൽ ക്രാക്കിംഗ്, പോളിമറൈസേഷൻ അഥവാ പോളിമറൈസേഷൻ. ആദേശ രാസപ്രവർത്തനം. എന്താണ് ആദേശം ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളെ മാറ്റി മറ്റൊരാൾ അവിടെ വന്നിരിക്കുക. അതുപോലെയാണ് ഈ രാസപ്രവർത്തനവും. ഒരു സംയുക്തത്തിലെ ഒരാറ്റത്തിനു പകരം മറ്റൊരാറ്റമോ അല്ലെങ്കിൽ ആറ്റങ്ങളുടെ ഗ്രൂപ്പോ വന്നു ചേരുന്നതിനെയാണ് ആദേശ രാസപ്രവർത്തനമെന്ന് പറയുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. മീഥെയ്ൻ CH4 ക്ലോറിനുമായി സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കൂ. CH4 + Cl2 = CH3Cl + HCl. ഇവിടെ മീഥേനിലെ ഒരു ഹൈഡ്രജൻ ആറ്റത്തെ മാറ്റി അവിടെ ഒരു ക്ലോറിൻ ആറ്റം വന്നിരിക്കുന്നു. ഇങ്ങനെ ഹൈഡ്രജൻ ആറ്റത്തിനു പകരം ക്ലോറിൻ ആറ്റം ആദേശം ചെയ്യപ്പെട്ടതുകൊണ്ട് ഈ പ്രവർത്തനത്തെ ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നു. അഡിഷൻ രാസപ്രവർത്തനം. ആദേശ രാസപ്രവർത്തനം പൂരിത ഹൈഡ്രോകാർബണുകളിലാണ് പ്രധാനമായും കാണുന്നത്. എന്നാൽ അഡിഷൻ രാസപ്രവർത്തനം അപൂരിത ഹൈഡ്രോകാർബണുകളിലാണ് നടക്കുന്നത്. ഇരട്ട ബന്ധനമോ ത്രിബന്ധനമോ ഉള്ള അപൂരിത ഓർഗാനിക് സംയുക്തങ്ങൾ മറ്റു തന്മാത്രകളുമായി ചേർന്ന് പൂരിത സംയുക്തങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് ഇത്. ഉദാഹരണമായി ഈഥെയ്ൻ CH2 ഡബിൾ ബോണ്ട് CH2 ഹൈഡ്രജനുമായി നിക്കൽ ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ ഉയർന്ന താപനിലയിൽ പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. CH2 ഡബിൾ ബോണ്ട് CH2 + H2 = CH3CH3. ഇവിടെ ഈഥേനിലെ ഇരട്ടബന്ധനം പൊട്ടി ഹൈഡ്രജൻ ആറ്റങ്ങൾ കാർബൺ ആറ്റങ്ങളുമായി ചേരുന്നു. അങ്ങനെ ഈഥേൻ CH3CH3 എന്ന പൂരിത സംയുക്തം ഉണ്ടാകുന്നു. അതായത് ഈഥേനിലേക്ക് ഹൈഡ്രജൻ ചേർന്നതുകൊണ്ട് ഇതിനെ അഡിഷൻ രാസപ്രവർത്തനം എന്ന് വിളിക്കുന്നു. പോളിമറൈസേഷൻ. ചെറിയ തന്മാത്രകൾ ചേർന്ന് വലിയ സങ്കീർണ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. ചെറിയ തന്മാത്രകളെ മോണോമർ എന്നും ഉണ്ടാകുന്ന വലിയ തന്മാത്രകളെ പോളിമർ എന്നും വിളിക്കുന്നു. പോളിമറുകൾ പ്രധാനമായും 2 തരത്തിലുണ്ട്. ഒന്ന് അഡിഷൻ പോളിമറുകൾ. മോണോമറുകളുടെ ആവർത്തിച്ചുള്ള അഡിഷൻ പ്രവർത്തനം വഴിയാണിവ ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് പോളിത്തീൻ. ഈഥീൻ എന്ന മോണോമറിന്റെ അനേകം തന്മാത്രകൾ ഉയർന്ന മർദ്ദത്തിലും താപനിലയിലും ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ ഒന്നിച്ചു ചേർന്ന് പോളിത്തീൻ ഉണ്ടാകുന്നു. NCH2 ഡബിൾ ബോണ്ട് CH2 = CH2 ബോണ്ട് CH2. പോളിവിനൈൽ ക്ലോറൈഡ്, ടെഫ്ലോൺ എന്നിവയും അഡിഷൻ പോളിമറുകളാണ്. 2 കണ്ടൻസേഷൻ പോളിമറുകൾ. വ്യത്യസ്തങ്ങളായ മോണോമറുകൾ സംയോജിച്ച് ചെറിയ തന്മാത്രകളെ, ഉദാഹരണത്തിന് ജലത്തെ, നീക്കം ചെയ്ത് വലിയ സംയുക്തങ്ങളായി മാറുന്ന പ്രവർത്തനമാണിത്. ഉദാഹരണം നൈലോൺ 6,6. അഡിപിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡയമീനും കണ്ടൻസേഷൻ പോളിമറൈസേഷന് വിധേയമാകുമ്പോൾ നൈലോൺ 6,6 ലഭിക്കുന്നു. ഈ പ്രക്രിയയിൽ ജലത്തിന്റെ തന്മാത്രകൾ നീക്കം ചെയ്യുന്നു. താപീയ വിഘടനം. എന്താണ് വിഘടനം? ഒരു വലിയ തന്മാത്ര ചൂടാക്കുമ്പോൾ അത് വിഘടിച്ച് ചെറിയ തന്മാത്രകളായി മാറുന്ന പ്രവർത്തനം. തന്മാത്രഭാരം കൂടുതലുള്ള ചില ഹൈഡ്രോകാർബണുകൾ വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ അവ വിഘടിച്ച് തന്മാത്രഭാരം കുറഞ്ഞ ഹൈഡ്രോകാർബണുകളായി മാറുന്നു. ഈ പ്രവർത്തനത്തെയാണ് താപീയ വിഘടനമെന്ന് വിളിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ താപീയ വിഘടനത്തിലൂടെ ചെറിയ തന്മാത്രകളാക്കി മാറ്റുന്നത് മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുന്നു. ജ്വലനം. ഒരു വസ്തു കത്തുന്നതിനെയാണ് ജ്വലനമെന്ന് പറയുന്നത്. ഹൈഡ്രോകാർബണുകൾ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ്, ജലം, താപം, പ്രകാശം എന്നിവയുണ്ടാകുന്നു. ഈ പ്രവർത്തനത്തെയാണ് ജ്വലനമെന്ന് വിളിക്കുന്നത്. നമുക്ക് മീഥെയ്ൻ കത്തുന്നതിന്റെ രാസസമവാക്യം നോക്കാം. CH4 + 2O2 = CO2 + H2O + താപം.
എല്ലാ ഹൈഡ്രോ കാർബണുകളും കത്തുമ്പോഴും ഇതേ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഇവയെല്ലാം ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചില ഓർഗാനിക് സംയുക്തങ്ങളെക്കുറിച്ച് പഠിക്കാം. മെറ്റനോൾ CH3OH. ആൽക്കഹോൾ കുടുംബത്തിലെ ആദ്യത്തെ അംഗമാണ് മെറ്റനോൾ അഥവാ മീഥൈൽ ആൽക്കഹോൾ. ഇതിനെ വുഡ് സ്പിരിറ്റ് എന്നും വിളിക്കാറുണ്ട്. കാർബൺ മോണോക്സൈഡിന്റെ ഹൈഡ്രജനുമായി പ്രവർത്തിപ്പിച്ചാണ് വ്യാവസായികമായി ഇത് നിർമ്മിക്കുന്നത്. CO+2H2 ഉൽപ്രേരകങ്ങൾ CH3OH. മെഥനോൾ ഒരു വിഷവസ്തുവാണ്. വാർണിഷ്, പെയിന്റ് എന്നിവയുടെ നിർമ്മാണത്തിനും ഫോർമാൽഡിഹൈഡിന്റെ ഉൽപ്പാദനത്തിനും ഇതുപയോഗിക്കുന്നു. എഥനോൾ CH3CH2OH. വ്യാവസായികമായി എഥനോൾ ഉണ്ടാക്കുന്നത് മൊളാസിസിന്റെ ഫെർമെന്റേഷൻ പ്രക്രിയയിലൂടെയാണ്. ഫെർമെന്റേഷനിലൂടെ ലഭിക്കുന്ന 8 മുതൽ 10% വരെ ഗാഢതയുള്ള എഥനോൾ മിശ്രിതത്തെ വോഷ് എന്ന് വിളിക്കുന്നു. വോഷിനെ അംശിക സ്വേദനത്തിന് വിധേയമാക്കുമ്പോൾ 96.5% എഥനോൾ ലഭിക്കുന്നു. ഇതാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. വാഹനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന പവർ ആൽക്കഹോൾ 80% പെട്രോളും 20% ആബ്സല്യൂട്ട് ആൽക്കഹോൾ അഥവാ 100% എഥനോളും ചേർന്നതാണ്. എഥനോയിക് ആസിഡ് CH3COOH. ഇതൊരു പ്രധാനപ്പെട്ട കാർബോക്സിലിക് ആസിഡാണ്. എഥനോളിനെ അസറ്റോബാക്ടർ എന്ന ബാക്ടീരിയ ഉപയോഗിച്ച് ഫെർമെന്റേഷൻ നടത്തിയാൽ 5 മുതൽ 8% വീര്യമുള്ള എഥനോയിക് ആസിഡ് ലഭിക്കുന്നു. ഇതിനെയാണ് നമ്മൾ വിനാഗിരി അഥവാ വിനേഗർ എന്ന് വിളിക്കുന്നത്. വിനാഗിരി, കൃത്രിമ നാരുകൾ, അണുനാശിനികൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഇതുപയോഗിക്കുന്നു. എസ്റ്ററുകൾ. ഇവയെ നമ്മൾ പഴങ്ങളുടെയും പൂക്കളുടെയും സുഗന്ധം നൽകുന്ന സംയുക്തങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ച് എസ്റ്ററുകളുണ്ടാകുന്നു. ഈ രാസപ്രവർത്തനത്തെ എസ്റ്ററിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. കൃത്രിമ പെർഫ്യൂമുകൾ, ജ്യൂസുകൾ എന്നിവ നിർമ്മിക്കാൻ എസ്റ്ററുകൾ ഉപയോഗിക്കുന്നു. മരുന്നുകൾ. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ രസതന്ത്രത്തിന് വലിയ പങ്കുണ്ട്. ചില പ്രധാനപ്പെട്ട മരുന്നുകളും അവയുടെ ധർമ്മങ്ങളും നോക്കാം. 1. അനാൽജസിക്സ് അഥവാ വേദനസംഹാരികൾ, ഉദാഹരണത്തിന് ആസ്പിരിൻ. 2. ആന്റിപൈററ്റിക്സ് അഥവാ ശരീര താപനില കുറയ്ക്കുന്നവ, ഉദാഹരണത്തിന് പാരസെറ്റമോൾ. 3. ആന്റിസെപ്റ്റിക്സ് അഥവാ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നവ, ഉദാഹരണത്തിന് ഡെറ്റോൾ. 4. ആന്റിബയോട്ടിക്സ് അഥവാ രോഗകാരികളായ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുകയും വളർച്ച തടയുകയും ചെയ്യുന്നവ, ഉദാഹരണത്തിന് പെൻസിലിൻ. ഇത്രയുമാണ് ഓർഗാനിക് സംയുക്തങ്ങളെക്കുറിച്ചും അവയുടെ പ്രധാന രാസപ്രവർത്തനങ്ങളെക്കുറിച്ചും ഈ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത്. നന്ദി.